അങ്ങനെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്ന വിചാരിച്ചിട്ട് ടൗണിലേക്ക് ഇറങ്ങിയാട്ടോ. അങ്ങനെ നേരെ ഞാൻ എന്താക്കി, കണ്ണൂരത്തെ ഫാമിലിയിലാണ് ഫസ്റ്റ് പോയത്. എന്ന് വെച്ചാൽ ഉമ്മാക്കൊരു സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ച് അകത്ത് കയറിയപ്പാടന്നെ നല്ല തിരക്കുണ്ടട്ടാ. പെരുന്നാളിൻ്റെ തിരക്ക് ഇപ്പോഴേ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താക്കി, ഉമ്മാക്ക് ഡ്രസ്സൊക്കെ എടുത്തട്ടാ. ബിൽ കൗണ്ടറിൽ വന്ന് ബില്ലൊക്കെ അടിച്ച് നല്ല അത്യാവശ്യം മോശമില്ലാത്ത ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ടട്ടാ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഫാമിലി വന്നിട്ട് എടുത്തോട്ടാ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നേരെ എനിക്കൊരു ടീഷർട്ട് വേണം വിചാരിച്ചിട്ട് വേറൊരു ഷോപ്പിലാണ് കയറിയട്ടാ. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടീഷർട്ട് അവിടെ ഇല്ല. പക്ഷേ മോശമില്ലാത്ത സെലക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടീഷർട്ട് അവിടെ ഇല്ല. അങ്ങനെ വേറൊരു ഷോപ്പിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ സെയിം ഷർട്ട് ഇട്ട് ഒരു വ്യക്തിനെ അവിടെ കണ്ടട്ടാ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം ഓടി. അങ്ങനെ വേറൊരു ഷോപ്പിൽ കയറി എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ടീഷർട്ട് അവിടെ കിട്ടീനി കേട്ടാ. അങ്ങനെ ഒരു ഷർട്ട് മേടിക്കുന്ന വിചാരിച്ചിട്ട് വേറൊരു ഷോപ്പിലും കൂടി കയറി കേട്ടാ. ഞാൻ ടോട്ടൽ ഒരു 4 ഷോപ്പിങ്ങിൽ കയറി. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഷർട്ടും ടീഷർട്ടും അങ്ങനെ കിട്ടി കേട്ടാ. ചങ്ങായി നല്ല ഡിസ്കൗണ്ടൊക്കെ ആക്കി തന്നിട്ടാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല ഡിസ്കൗണ്ടും ഉണ്ട്, ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഈ ഒരു ഷോപ്പിൽ. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടുകിട്ടിയാട്ടാ. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ പ്ലാസക്കാന്നട്ടാ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിയായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അങ്ങനെ നല്ല നെയ്ച്ചോറും പള്ളിക്കറിയും കഴിച്ചേട്ടാ. ഓക്കെ എന്നാ.